എത്രയാണ് വിന്നിംഗ് റേറ്റ്? 21 സീറ്റ്, 22 സീറ്റ്, 16-ലും 21-ലും. കണക്കൊന്ന് പരിശോധിച്ച് നോക്കുങ്ങൾ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ 75% സ്ഥാനാർത്ഥികളും 2 തെരഞ്ഞെടുപ്പിലും തോറ്റതാണ്. എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ തോറ്റ 5 സീറ്റ് താ. ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞു നോക്കി. തീരുമാനം വേണം. ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ വിട്ടു. നിങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്. മറ്റേ ഘടകകക്ഷിയും വിട്, അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഞാനതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാൻ പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. അപ്പോൾ പറയാ, നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാമല്ലോ. 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാമല്ലോ. അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല. മുമ്പ് റെഡിയായിരുന്നു. ഇപ്പം പറ എനിക്ക് ഏത് സീറ്റ് തരും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ സീറ്റാണ് നിലമ്പൂർ. കോൺഗ്രസിനാണ് ഇതിൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സാണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. 100% ന്യായമല്ലേ ലീഗ് പറഞ്ഞത്. എൻ്റെ സീറ്റ് കൊടുക്കുന്നത്, ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ? കോൺഗ്രസിനാണ്. 99 സീറ്റിൽ ഇത്രയും സീറ്റുണ്ടല്ലോ. ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയും. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷേ അയാൾക്ക് നിർത്തിയിട്ടുണ്ടോ. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു, മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം. ഇപ്പോൾ 2-3 നാളപ്പോൾ ഈ 3 ആഴ്ചകളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നു? കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം. മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി. അല്ലാതെ UDFന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോൾ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. പിന്നെ ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. മലപ്പുറം മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ, ഓല MP-മാർ. UDFന്റെ 42 MLA-മാർ, അവരുടെ MP-മാർ, അവരുടെ സംവിധാനം. കോടികൾ ഇങ്ങനെ പൊടിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ. ചേലക്കര ഒരു ബൂത്തിൽ 4-5 ലക്ഷം ചിലവാക്കിയിരുന്നു. മരുമോൻ്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത്, ഇവിടുന്ന് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും. ഇപ്പം തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും. അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ വേറൊരു സംഘടന വരും. ഇവരങ്ങോട്ട് ഇടിച്ച് തമർത്തി പോവല്ലേ. ഒരു 3 ലക്ഷം മിനിമം ഒരു ബൂത്തിൽ ചിലവാക്കണമെങ്കിൽ കോടി എത്ര വേണം? കോടികൾ വേണം. അവർ 10 ലക്ഷം ചിലവാക്കാൻ. ഇപ്പം ഈ നാഷണൽ ഹൈവേയിൽ തന്നെ 2000 കോടി പറഞ്ഞിട്ടാണല്ലോ ഇതിങ്ങനെ ഇടിഞ്ഞു വീണത്. തിരിഞ്ഞു നോക്കാതെ. അത് അടിയിൽ കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്കാർക്കും അറിയില്ല. ഒരു പ്രശ്നവുമില്ല. ഒറ്റ ദിവസം പ്രതിപക്ഷം അങ്ങനെ വന്നിട്ടാവും ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ. പിന്നെ ആരെയും കാണുന്നില്ല. ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയുക, കാസർഗോഡും കണ്ണൂരൊക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ. കാരണം പണ്ട് പോയിന് റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോനെ അതിൽ നല്ലത് മല കയറി ആളുകൾ നടക്കുന്നു പോലും ഇല്ല. വല്ല പ്രശ്നമുണ്ടോ? കോടികൾക്ക് എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ ഇല്ല. ഞാൻ ആകെ കടക്കാരനാവില്ലപ്പം കൂടിയ ഷറിങ്ങൾ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ എന്താപ്പം ഇതിൻ്റെ കഥ? മനസ്സിലായോ? ഒരു പൈസ ഇല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്.
ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകൾ തന്നെയാ ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാ അറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ, 100 റുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കിലാ. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. പി വി അൻവറിനെ തകർക്കാം. എങ്ങനെയാ തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെന്റ്, LDF-ലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ, ഈ പറയുന്ന സംഘം, ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി 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 എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായ ഇടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ ഇട്ട അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ പി വി അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാണ്, പഴയതല്ല. അപ്പൊ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധുവിന് കൊടുക്കാലോ? കൊടുത്തൂടെ? ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലും ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യയുടെ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരടി പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കാം. ഏതായാലും ആകെ കടാം. ഇപ്പൊ ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടി. എനിക്കറിയാങ്ങൾ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ പി വി അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ്, മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോന്നറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പം എന്താ പറഞ്ഞ, അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ ഓലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ